ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ വഴറ്റിയൊന്നും എടുക്കാതെ തന്നെ തനി നാടൻ രീതിയിൽ രസം ഉണ്ടാക്കണം കേട്ടോ. സദ്യ സ്പെഷ്യൽ രസമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് കൂടുതലും നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുറച്ച് ഹെൽത്തിയും കൂടിയാണ് കേട്ടോ രസം കഴിക്കുന്നതൊക്കെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ സദ്യ സ്പെഷ്യൽ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 8 അല്ലിയോളം, വെളുത്തുള്ളി ഒരു 6 അല്ലി, മല്ലിയില 2 തക്കാളി, ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് കൂടുതലും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ല പഴുത്ത തക്കാളി എടുക്കണേ. അപ്പോൾ മല്ലിയില ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 3 പിടിയോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ. കട്ടക്കായ ആണെങ്കിൽ നമ്മളിതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണോളം കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ജീരകം, നമ്മൾ ക്യൂമിൻ സീഡാണ് സാമ്പാറിലൊക്കെ ഇടുന്നത്, അത് 1/2 സ്പൂണോളം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാനിവിടെ ഇത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂണോളം വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഞാൻ റെഡി എടുക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എല്ലാം പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ തക്കാളിയും മല്ലിയിലൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഞെരടി എടുക്കുമ്പോഴുള്ള ആ ഒരു മണമുണ്ടല്ലോ, അത് വല്ലാത്തൊരു മണമാണ് കേട്ടോ. നമ്മുടെ സദ്യയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് രസം. അപ്പം നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുളിവെള്ളം കൂടുതലായി പോകരുത് കേട്ടോ. നമുക്ക് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതി. അതിൽ വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പോളം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എത്ര വെള്ളം വേണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പരിപ്പ് വെന്ത വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അടുക്കളയിലൊക്കെ ഒരു വല്ലാത്തൊരു മണമാണ് കേട്ടോ, നല്ലൊരു മണമാണ്. ഇതാ ഇത്രയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ കണ്ടില്ലേ, കുറച്ചൊന്നിങ്ങനെ ഉടഞ്ഞ് നിൽക്കുന്ന പോലെയില്ലേ. അപ്പോൾ പാകമായ തക്കാളി എടുക്കാൻ മറക്കരുത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ രസം വയ്ക്കാറ് എളുപ്പത്തിൽ. രസത്തിൻ്റെ റെസിപ്പി ഒരുപാട് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പകുതി മൂടി വെച്ചാൽ മതി. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും, ഇത് എല്ലാം കൂടിയുള്ള ആ ഒരു മണമൊക്കെ അടുക്കളയിൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പുക വരുന്ന പോലെ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ നമ്മൾ മൂക്കിലിങ്ങനെ വന്നടിക്കും. അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. രസം ഇത്രയേ ഉള്ളൂ പണി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇത് പൊടികൾ ഇടാതെ തന്നെ ചതച്ചും എടുക്കാം കേട്ടോ. പച്ചമല്ലി, അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രസം ഒന്ന് ഇറക്കി വെച്ചിട്ട് താളിച്ചിടാം. അതിനായിട്ട് ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു 3 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം.
ഉണക്കമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഉണക്കമുളകൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സാധാരണ വറുത്തിടുന്ന പോലെ തന്നെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയാണ് കേട്ടോ. നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല, കുറച്ച് ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ രസത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രസം നമ്മൾക്കിത് വെറുതെ കുടിക്കാനും നല്ലതാണ് കേട്ടോ. ചുമയും അതുപോലെ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഇത് ഏത് സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രസം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിതാ താളിച്ച് ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നമ്മളിത് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഇത് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോ